നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് പെൻഡുലം റീഡിംഗ് ആണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഡുലം എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ട് അതോടൊപ്പം അതിനോട് ചേർന്ന് ഞാനൊരു റിലേഷൻഷിപ്പ് റീഡിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം വളരെ വിശ്വാസപൂർവ്വം ടാരോ റീഡിങ്ങും പെൻഡുലം ഡൗസിങ്ങും നിങ്ങൾ കാണുക. യൂണിവേഴ്സിൻ്റെ ഒരു ആൻസറാണ് നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നത്. അതുവഴി ഒരു ഗൈഡൻസാണ് നമുക്ക് പെൻഡുലം വഴിയാണെങ്കിലും ടാരോ റീഡിങ് വഴിയാണെങ്കിലും നമുക്കത് കിട്ടുന്നത്. അപ്പം വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയുക. അല്ലാത്തവർ വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണെങ്കിലും അതിനോട് പെൻഡുലത്തോട് നമുക്ക് ചോദിക്കാം. ഓക്കെ. അതോടൊപ്പം പെൻഡുലം എസ് ഓർ നോ ആണ് പറയുന്നതെങ്കിലും എസ് ആണ് പറയുന്നതെങ്കിലും അതിനോടനുബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങും കൂടെ എന്താണ് അതിനൊരു ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ്, സിറ്റുവേഷൻ, മുന്നോട്ടുള്ള ഫ്യൂച്ചർ, അതാണ് ഞാൻ ജസ്റ്റ് നോക്കുന്നത്. അത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനറൽ റീഡിംഗ് ആണ്. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ. അപ്പം അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുവഴി ഞാൻ എൻ്റെ ചാനലിൽ കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ മെമ്പർഷിപ്പ് റീഡിംഗ് ആയിട്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് 10 ദിവസം കൂടുമ്പോൾ ഒരു 2 കാർഡ് റീഡിങ് എൻ്റെ മെമ്പേഴ്സിന് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അത് ചാനലിൽ കൂടെ ക്യാഷ് അടച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വഴി നിങ്ങളുടെ കാര്യത്തിനൊരു വ്യക്തത ലഭിക്കുകയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീഡിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ റീഡിങ് കാണുക. നമസ്കാരം, മൈ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് പെൻഡുലത്തിൻ്റെ സഹായമാണ് ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പെൻഡുലത്തോട് ചോദിക്കാൻ പോവുകയാണ്. താങ്ക് യു പെൻഡുലം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. പെൻഡുലം റീഡിങ്ങിന് റെഡിയാണോ? റീഡിങ്ങിന് റെഡിയാണോ? യെസ് എന്ന് തന്നെയാണ് നീങ്ങുന്നത്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി കൊടുക്കണം. അപ്പം ഈ ഒരു കാര്യം, അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം എളുപ്പത്തിൽ നടന്ന് കിട്ടുമോ? എന്താണ് അതിന് പറയാനുള്ളത്? പ്ലീസ് മൂവ് പെൻഡുലം. താങ്ക് യു. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ നമുക്ക് പെൻഡുലം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എസ്സിലോട്ടാണോ നോയിലോട്ടാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടന്ന് കിട്ടുമോ? പ്ലീസ് ഹെൽപ്പ് മീ. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ചുറ്റിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജം ഹീൽ ചെയ്ത് കളയുന്നതുമായിരിക്കും ഈ ഒരു പെൻഡുലം ഡൗസിങ് വഴി. ഓക്കെ. പോസിറ്റീവ് മൈൻഡോടുകൂടി പെൻഡുലം ഡൗസിങ് കാണുക. നെഗറ്റീവായിട്ട് ഒരിക്കലും പെൻഡുലത്തെ സമീപിക്കരുത്. പ്ലീസ് മൂവ്. നമ്മൾ യൂണിവേഴ്സിനോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം യൂണിവേഴ്സാണ് നമുക്കിത് കാണിച്ചു തരുന്നത് പെൻഡുലം വഴി. പ്ലീസ് മൂവ്. എസ്സിലോട്ടാണ് പെൻഡുലം വഴി കാണിക്കുന്നത്. എസ് എന്നാണ്
കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എസ്സിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു പെൻഡുലം, താങ്ക് യു സോ മച്ച്. പ്ലീസ് സ്റ്റോപ്പ്. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനകത്ത് എസ് എന്ന് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാവുന്നത്, അപ്പം ഇത് നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം അതുവഴി നമുക്ക് ടാരോ റീഡിങ്ങിൻ്റെ ഒരു ഗൈഡൻസും കൂടെ നോക്കാം. ഓക്കെ, നിങ്ങളെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോക്കുന്നത്. അത് എസ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും കരുതാം. ഈ ഒരു പെൻഡുലം ഡൗസിങ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ അത് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഈ റിലേഷനകത്ത് നിങ്ങളുടെ ഒരു റിലേഷൻ്റെ പോസിറ്റിവിറ്റി എന്താണ്, പോസിബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതെ, 9 ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടുന്നത്. ഒരു സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം, അത് അവരാണ് അതിന് ആ ഒരു മിസ്റ്റേക്കിന് അവർ തന്നെയാണ് കാരണമായിട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്? യെസ്, 7 ഓഫ് പെൻഡിക്കിൾസ് ആണ്. തീർച്ചയായും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പം നിങ്ങളുടെ ഒരു അഭാവമായിരിക്കാം, ചിലപ്പോൾ അവരുടേതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം സംഭവിച്ചത്. അപ്പം ഈ റിലേഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 7 ഓഫ് പെൻഡിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് അവരോടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. തീർച്ചയായും ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്ക് അവരോട് ഉള്ള ഒരു ഫീലിങ്സ് ആയിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു തടസ്സമായിട്ട് കാണുന്നത്? പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 4 ഓഫ് കപ്പ് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് സ്ട്രക്കായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെയും ആവശ്യമുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിപ്പോയ സാഹചര്യങ്ങളെ ആലോചിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മനസ്സുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വേണം, പക്ഷേ കഴിഞ്ഞ കാര്യങ്ങൾ ചൊല്ലി നിങ്ങൾ ഓവർ തിങ്കിങ് ആണ്, സ്ട്രക്കായിട്ടിരിക്കുകയാണ്. ഒരു നിരാശ എന്നൊക്കെ പറയാം. അത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പറഞ്ഞു പോയതിനെ ആ ഒരു ചൊല്ലിയുള്ള ഒരു സ്ട്രക്നെസ് ആയിരിക്കാം അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം തീർച്ചയായും എന്തായാലും സ്നേഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ് ഓർ നോയ്ക്കകത്ത് എസ് തന്നെ കാണിച്ചത്. സത്യം, കറണ്ട് വന്നു. അതെ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ കിങ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ടൊരു ഫ്യൂച്ചറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ എനിക്ക് കിട്ടുന്നത്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. കഴിഞ്ഞ കാലത്തെ പറ്റിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ചില കാര്യങ്ങളെ, അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒഴിവാക്കി കളയുക. എന്ന് വെച്ചാൽ നമ്മൾ അത് തന്നെ ആലോചിച്ച് പിടിച്ചിട്ട് കാര്യമില്ല, അല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു, അതവിടെ കുഴിച്ചു മൂടുക. മുന്നോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഏഞ്ചൽസിന് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയാനുള്ളത്? പിന്നെ സത്യസന്ധമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര അകന്നിരുന്നാലും എന്തെല്ലാം സംഭവിച്ചാലും അത് തിരിച്ചടുക്കുക തന്നെ ചെയ്യും, അല്ലേ?
അത് ദൈവഹിതമാണ്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ കണക്ഷൻ തന്നെയാണ് എനിക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അകന്നിരുന്നാലും അത് അടുക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ്. അതെ, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസും ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാരോ റീഡിങ്ങിൽ വഴി ഈ പെൻഡുലം ഡൗസിങ്ങിൻ്റെ എസ് ഓർ നോ അത് തീർച്ചയായും എസ് എന്ന് തന്നെയാണ് കാണിച്ചത്. അത് നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ റിലേഷനോ എന്തായിട്ട് നിങ്ങൾ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ റിലേഷൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അതിൻ്റെ പോസിബിലിറ്റി എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടാരോ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്കിതാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.